വാസുവും പത്മകുമാറും പ്രശാന്തനുമൊക്കെ CPIM നേതാക്കളാണ്. അവർ ആരും കോൺഗ്രസ് നേതാക്കളെയല്ല. ഇനിയിപ്പോ BJP-കാർക്ക് കൂട്ടത്തോടെ വട്ടായതാണോ എന്നറിയില്ല. CPIM-കാർ ഓരോ നേതാക്കൾ സ്വർണ്ണക്കൊള്ളയിൽ അകത്താകുമ്പോൾ BJP പ്രതിഷേധം നടത്തുന്നത് വയനാട്ടിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്കാണ്. പണ്ട് ശിവൻകുട്ടിയുടെ വീടാണെന്നും പറഞ്ഞ മന്ത്രി വാസവന്റെ വീട്ടിൽ ചെന്ന് സമരം വിളിച്ച അവസാനം ഇത് ശിവൻകുട്ടിയുടെ വീടല്ല എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ മുണ്ടും പൊക്കി ഓടിയ അതേ കാവിപ്പട തന്നെയാണ് ഇപ്പോൾ CPIM-നെതിരെയുള്ള ആരോപണത്തിൽ കോൺഗ്രസ് MP-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. നിങ്ങൾക്ക് മാർച്ചും പ്രതിഷേധവും ഒക്കെ നടത്താൻ കടകംപള്ളിയുടെ വീട്, മന്ത്രി വാസവന്റെ വീട്, മുഖ്യമന്ത്രിയുടെ വീടൊക്കെ നിറഞ്ഞു കിടക്കുമ്പോൾ അണ്ണാൻ കുഞ്ഞതും തന്നാലായത് എന്ന ലൈനിൽ ഒരു വഴിതിരിച്ചൽ വിടൽ നാടകമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വർണം കായ്ക്കുന്ന മരമല്ലേ കേരളത്തിലെ CPIM. പക്ഷേ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തുന്ന നേതാക്കന്മാരുടെ ഒരു പൂന്തോട്ടമായി അതിപ്പോൾ മാറിയിരിക്കുന്നു എന്നതാണ് പുതിയ വാർത്തകളും തെളിയിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ മുൻ പ്രൈവറ്റ് സെക്രട്ടറി മുതൽ ദേവസ്വം മന്ത്രിയായിരുന്ന ആള് വരെ ED-യുടെ നിഴലിൽ നിൽക്കുമ്പോൾ കേരളത്തിലെ BJP എവിടെയാണ് എന്ന് ഇപ്പോഴും നമ്മൾ ചിന്തിച്ചു പോകും. അവരിപ്പോഴും അടിയന്തരാവസ്ഥ കാലത്ത് നിന്നും പുറത്തു ചാടിയിട്ടില്ല തോന്നും. അവരിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. പ്രതികൾ AKG സെന്ററിൽ ഇരിക്കുമ്പോൾ സമരം നടത്താൻ വയനാട്ടിലേക്ക് വണ്ടി കയറുന്ന ഈ ലോജിക്ക് ഏത് ഗൂഗിൾ മാപ്പിൽ നോക്കിയാലും കിട്ടില്ല. സ്വർണ്ണക്കടത്ത് പ്രതിക്കൊപ്പം സോണിയാഗാന്ധി നിൽക്കുന്ന പഴയ ഫോട്ടോ പൊക്കിപ്പിടിച്ച BJP നേതാക്കളുടെ ആക്രോശം അതേ പ്രതിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും MA ബേബിയും ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോകൾ നാട്ടുകാർ കാണിച്ചു കൊടുക്കുമ്പോൾ ഉത്തരം മുട്ടുകയാണ്. അതേ പ്രതിക്കൊപ്പം മുഖ്യമന്ത്രി പിണറായി വിജയനും ചിരിച്ചു നിൽക്കുന്ന ഫോട്ടോ നാട്ടുകാർ കാണിച്ചു കൊടുക്കുമ്പോൾ BJP-ക്ക് അത് കണ്ണിൽ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നത് എവറും യാദർച്ഛികമല്ല. പിണറായി തൊട്ടാൽ ഡൽഹിയിൽ നിന്നും വിളി വരുമെന്ന് BJP നേതാക്കൾക്കറിയാം. അതുകൊണ്ട് ശ്രദ്ധ മാറ്റാൻ പ്രിയങ്ക ഗാന്ധിയെ പിടിക്കുന്നു. എന്തായാലും വയനാട് MP പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയ BJP പോലീസ് ബാരിക്കേഡുകൾ കെട്ടിയും ലാത്തികൊണ്ടും പ്രതിരോധിക്കുന്നുണ്ട്. ആ ദൃശ്യങ്ങൾ കൂടി കാണാം. ദീപക് മോഹൻ ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അകത്തു കിടക്കുന്നത് CPIM പ്രവർത്തകരാണ്. ഇടത് സർക്കാരുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സഭയിലും പ്രതിഷേധം വരുന്നത്. BJP പക്ഷം പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു. എന്താണ് BJP പ്രവർത്തകർ പറയുന്നത്? സ്മൃതി, ശബരിമലയിൽ കൊള്ള നടത്തിയ CPIM കോൺഗ്രസ് കുറുവ സംഘത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുന്നു എന്നാണ് BJP നേരത്തെ അറിയിച്ചത്. അതനുസരിച്ചാണ് പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിലേക്ക് രാജി ആവശ്യപ്പെട്ടുകൊണ്ട് BJP-യുടെ പ്രതിഷേധ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. ഈ ഓഫീസിന് മുൻപിൽ പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം BJP-യുടെ ജില്ലാ നേതാക്കന്മാർ അടക്കമുള്ള ആളുകളുണ്ട്. നേരത്തെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എത്തുമെന്ന് അറിയിച്ചെങ്കിലും ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടില്ല. ഇപ്പോൾ ഈ പ്രിയങ്ക ഗാന്ധി MP-യുടെ ഓഫീസിന് മുൻപിൽ മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രവർത്തകർ. ഈ ഓഫീസിന് മുൻപിൽ വെച്ചാണ് പ്രവർത്തകരെ പോലീസ് തടഞ്ഞത്. പിന്നീട് പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ ഈ ഓഫീസിന് മുൻപിൽ ബാനർ പിടിച്ച് ഈ പ്രവർത്തകർ